64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആദ്യ ദിനം വളരെയധികം കളർഫുൾ ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ അശ്വതി? തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഒരു പകൽ കഴിഞ്ഞിരിക്കുകയാണ്, പക്ഷേ രാത്രിയായപ്പോൾ വൈബ് ഒന്നുകൂടി കൂടിയെന്ന് വേണം പറയാൻ. അതെ, പൂരനഗരിയാണ്. തേക്കിൻകാട് മൈതാനത്തിന്റെ സൗന്ദര്യം ഒന്നുകൂടി കൂടിയിരിക്കുകയാണ്. മൊത്തത്തിൽ കളർഫുൾ ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ മനോഹരമാവുന്ന എന്താണെന്നോ, ഈ പവലിയനിന് മുന്നിൽ കുട്ടികൾ പ്രകടനമാകുമ്പോഴാണ്. നമ്മുടെ പവലിയന് മുന്നിലും ഉണ്ട് കുട്ടികൾ, അല്ലെ? നമുക്ക് അതിലേക്കൊന്ന് പോയാലോ? അതെ, ഐശ്വര്യയും ശ്രുതിയും പവലിയന് മുന്നിലായിട്ടുണ്ട്. അവർക്കൊപ്പം കുറെ കുട്ടികൾ നിൽപ്പുണ്ട്. ഐശ്വര്യ, ശ്രുതി, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? കാര്യങ്ങളൊക്കെ പൊളിയാണ്. കാരണം കുട്ടികളെല്ലാവരും, അല്ലെങ്കിൽ ഈ തൃശ്ശൂർ ഈ കലോത്സവത്തെ അങ്ങോട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം രാവിലെ നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു, ഇവിടെയുള്ള ആളുകളൊക്കെയും ഇങ്ങോട്ടേക്ക് വരുമോ, ഈ കലോത്സവം ഏറ്റെടുക്കും, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കലോത്സവങ്ങളെക്കാൾ കുറച്ചൊന്ന് മങ്ങിപ്പോയോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു നമുക്കല്ലേ? അതെ അതെ, ആദ്യം ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് അങ്ങോട്ട് നമുക്കത് മാറി കിട്ടി. കാരണം ആളുകളെല്ലാവരും ഇങ്ങോട്ടേക്ക് ഒഴുകി എത്താൻ തുടങ്ങി. ഇപ്പൊ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും ഒരുപാട് പേര് ഇപ്പൊ ഈ തേക്കിൻകാട് മൈതാനിൽ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പവലിയനിൽ തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. നമ്മളത് ഇങ്ങനെ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ പറയുന്നില്ല. ഇപ്പോൾ തന്നെ 2 കുട്ടികൾ നമ്മോടൊപ്പം ഉണ്ട്. ഇവർ 2 പേരും മിമിക്രിയിൽ A ഗ്രേഡ് നേടിയ കുട്ടികളാണ്. 2 പേരും 2 സ്കൂളിൽ നിന്നാണ്, പക്ഷേ ഒരു മാഷിന്റെ കീഴിലാണ്. അപ്പൊ നമുക്ക് അവരെ പരിപാടിയാണോ? കാന്താര അടുത്തത് നാഗസൈരന്തി. ബാബുസ്വാമിയെ എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. ബാബുസ്വാമി എൻ്റെ ക്ഷേത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. നല്ലോണം നൃത്തം ചെയ്യും ബാബുസ്വാമി. അടുത്തത് ഡോറാബുജി. കാട്, പാലം, ഡോറയുടെ വീട്. കാട്, പാലം, ഡോറയുടെ വീട്. കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കേ ചെയ്യരുത്. അടുത്തത് നടേശ സാർ. കപ്പലിരിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. കപ്പയ്ക്കും കഞ്ഞിക്കുള്ള കൂപ്പൺ കപ്പിത്തായൻ്റെ കുപ്പായത്തിലുണ്ട്. കിട്ടിയില്ലെങ്കിൽ പപ്പ എന്ന് പറയരുത്. അടുത്തത് ബീറ്റ് ബോക്സ്. അടുത്തത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണം. അടുത്തത് മമ്മി റിട്ടേൺ സിനിമ ട്രെയിലർ. 5,000 years ago, a fierce war was coping King Kong of the long wall. Akuma Tatsu! There's an inscription on the wall. Let's kill this. Finally, there, here, I really want your blood. അടുത്തത് ഷീലാമ്മ. എന്റെ കൊച്ചുമുതലാളി, കപ്പലിലിരുന്ന് കടലിലെ മഴ കാണാൻ എന്ത് രസമാണെന്നറിയോ? ബാബുസ്വാമിയൊക്കെ ഇപ്പൊ മിമിക്രിയിൽ കയറിയെന്ന് ഞാനിപ്പോ ആദ്യമായിട്ടാണ് ഇപ്പൊ അറിയുന്നത്. ഒരുപാട് കേട്ട് ചിരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ ഇങ്ങനെ മിമിക്രിയിൽ വന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. ബാബുസ്വാമി മിമിക്രിയിൽ കയറിയിരിക്കുകയാണ്. അപ്പൊ മോൾ എന്തായാലും പൊളിച്ചു. അപ്പൊ അതേ മാഷിനെ കീഴിൽ പഠിച്ച മോന്റെ പെർഫോമൻസ് ഒന്ന് കാണണം. ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് 3 സൺ മോർഫിംഗ് ആണ്. തവളയിൽ നിന്ന് പോത്തിലേക്ക്, പിന്നെ RX സെന്റർ. അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് F1 മൂവി ട്രെയിലറാണ്. You are a lone wolf. You think an old man? All I do is you drive the car. അടുത്തതായിട്ട് മഴ.
പിന്നെ കേരളത്തിൽ മറ്റൊരു വയർത്താരുണ്ട്, ഹാജി മുസ്തഫ. പൊന്നു സോദര എന്തിനാ വേദന സഹിക്കണേ, മുട്ടത്തൈലം വാങ്ങി തെച്ചോളി, വേഗം വേദനകൾ മാറും കേട്ടോളി. നന്ദി, നമസ്കാരം. നമ്മുടെ കുട്ടികൾ എത്രത്തോളം കഴിവുള്ളവരാണെന്നല്ലേ ഇതിലൂടെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ കലോത്സവത്തിന് വരുമ്പോൾ അങ്ങനെയാണ്, എത്രത്തോളം നമ്മുടെ കുട്ടികൾ ചുണക്കുട്ടികളാണെന്ന് കാണാൻ കഴിയും. എന്തായാലും വളരെയധികം നന്ദി. എന്തായാലും എല്ലാവിധ ആശംസകളും ഇനിയും വലിയ ഉയരങ്ങളിലെത്തട്ടെ. താങ്ക് യു. ഈ പറഞ്ഞതുപോലെ ഈ തേക്കിൻകാട് മൈതാനം ഇപ്പോൾ കലകളുടെ ഒരു സംഗമ ഭൂമിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവരുടെ പെർഫോമൻസ് കണ്ടു. ഇനി നമുക്ക് എന്തായാലും ഒരുപാട് കുട്ടികൾ ഈ നമ്മുടെ അമൃത ടിവിയിലൂടെ അവർ എ ഗ്രേഡ് നേടിയ ഗുരുതകളാണ്. അവരുടെ കഴിവുകൾ ഇങ്ങനെ കാണിക്കാനായിട്ട് ഒപ്പമുണ്ട്. അപ്പൊ നമ്മുടെ കൂടെ ഒരു മോനുണ്ട്. അപ്പൊ അവരുടെ വിശേഷം ചോദിക്കാം. അഷ്ടപതിയിലാണ് എ ഗ്രേഡ് നേടിയത്. പറഞ്ഞോളൂ, എന്താ പേര്? എൻ്റെ പേര് അനന്തകൃഷ്ണൻ. ഞാൻ മാവേലിക്കരയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 10ൽ പഠിക്കുന്നത്. ഈ ജില്ലാ കലോത്സവത്തിൽ അഷ്ടപതിക്ക് ഒന്നാം സ്ഥാനം. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ സംസ്ഥാന കലോത്സവത്തിൽ അഷ്ടപതി വരണമെന്ന്. ഏകദേശം എൻ്റെ ഒരു 3 വർഷം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ 8ാം ക്ലാസ് തൊട്ട് ഞാൻ ട്രൈ ചെയ്തു. ഇപ്രാവശ്യമാണ് അവർ ചാൻസ് ചെയ്തത്. അതിനാൽ ഈ ഒരു ചാൻസ് കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഏതായാലും പരിപാടി കാണാം. നമുക്ക് ഒരുപാട് നീറ്റണ്ട പരിപാടി. എന്തായാലും പെർഫോമൻസ് നമുക്ക് കാണാം. ഗന്ധുമശക്ത ചിരമനുരക്ത ലതാഗ്രഹേ ദൃഷ്ട്വാ തച്ചരിതം ഗോവിന്ദേ മനസി ജമൽദേ സഖീ പ്രാ पश्यति दिशि दिशि रहसि भवन्दं पश्यति दिशि दिशि रहसि भवन्दं तददर मधुर मधुरि पिबन्दं नाद हरे जगन्नाथ हरे नाद हरे जगन्नाथ ധീരധീരാ വാസവേ
ലയിച്ചിരുന്നു പോകും, കാരണം അത്ര മനോഹരമായിട്ടാണ് മോൻ പാടിയത്. ഏതായാലും മോന് പേരെന്തായിരുന്നു? അനന്തകൃഷ്ണൻ. അനന്തകൃഷ്ണൻ, എല്ലാവിധ ആശംസകളും നേരുകയാണ്. നല്ല ഉയരങ്ങളിൽ എത്തട്ടെ, നന്നായി പഠിക്കട്ടെ, എല്ലാവിധ ആശംസകളും. അല്ലേ ശ്രുതി? അപ്പൊ ഇനി അടുത്ത ആരാണ്? അടുത്ത നമുക്ക് ഒരു അറവന വിട്ട് കണ്ടാലോ? നമ്മള് ഇപ്പോ 2 പരിപാടിയുണ്ട്. മൂന്നാമത് നമുക്ക് ഒരു അറവന വിട്ട് കാണാം. കാസർഗോഡ് നിന്ന് കഴിഞ്ഞ 11 വർഷമായിട്ട് തുടർച്ചയായിട്ട് A ഗ്രേഡ് മേടിച്ചിരുന്ന ടീമാണ്. നമുക്ക് അവരെ വിളിച്ചാലാ? തുടർച്ചയായിട്ട് A ഗ്രേഡ് നേടി നമ്മൾ പിള്ളേരുടെ പരിപാടി എന്തായാലും കണ്ടേ പറ്റുള്ളൂ. ഇങ്ങോട്ട് നിന്നോ, കേൾക്കോ. അപ്പൊ തുടങ്ങല്ലേ? റെഡിയല്ലേ? നിങ്ങളുടെ സ്കൂളിന്റെ പേരെന്ന് പറയോ? PMSA PTS VHHS. ഓക്കെ, അപ്പൊ റെഡിയല്ലേ? തുടങ്ങാം. या करीम या रज़ाक या अल्लाह 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 या गौसु मुहियुद्दीन या अहमद रिफाई Allah 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 Ralliyallahu Ralliyallah Sayyid Usman Ralliyallah Abu Bakar radhiyallah Umarul Khattab radhiyallah Aliyun ya waliyallah ഈ പറഞ്ഞതുപോലെ ഒരുപോലെ കളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര അല്ലേ? അവരുടെ കൈയെല്ലാം ഒരുപോലെയാണ് ചലിക്കുന്നതും ഒക്കെ. അത്രയും പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇപ്പൊ അത്രയും ഒരുപോലെ വരുന്നത്. അതെ, ഇവരുടെ സ്കൂളിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ ഇവർക്ക് മറ്റൊരു സമ്മാനം കൂടെ ലഭിച്ചിട്ടുണ്ട്. അത് കഥാരചനയ്ക്കാണ്, അതൊരു മോൾക്കാണ്. നമുക്ക് ആ മോളെ കൂടെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്? ഫാത്തിമ തമീന. ആദ്യമായിട്ടാണോ പങ്കെടുക്കുന്നത്? ആദ്യമായിട്ട്. ഒരു ഈ കഥാരചന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? എന്തായിരുന്നു സബ്ജക്ട്? സബ്ജക്റ്റ് ഒറ്റമുറി വീട് എന്നായിരുന്നു. അത് ഏകാന്തത്തിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ കാലത്ത് നമ്മൾ ചതിയുടെ കാലമല്ലേ, അപ്പോൾ ചതിയിൽ ഒറ്റപ്പെട്ടു പോയ ഒരു മനുഷ്യനെ കുറിച്ച് എഴുതിയത്. അപ്പോൾ നിങ്ങളുടെ സ്കൂള് ഈ പറഞ്ഞ പോലെ പഠിത്തം മാത്രമല്ല കലയെയും പ്രോത്സാഹിപ്പിക്കുന്ന സ്കൂളാണ് അല്ലേ? എന്തായാലും എല്ലാവിധ ആശംസകളും ഈ മക്കൾക്ക്. ഇവരെന്തായാലും ഭാവിയിൽ ഇതുപോലെ തന്നെ കലയെയും അതുപോലെ പഠിത്തത്തെയും ഒരുമിച്ച് കൊണ്ടുപോകട്ടെ. ഏതായാലും വളരെയധികം സന്തോഷം. ഈ പറഞ്ഞതുപോലെ ശ്രുതി, ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഇനി നമുക്കൊപ്പം ഉള്ളത് നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. നമുക്ക് ആ മോനെ വിളിക്കാം. നമ്മുടെ ഒരു പ്രോഗ്രാമിൽ, അതായത് അമൃത ടിവിയുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മോനാണ്. മോൻ തന്നെ പറയും വിശേഷങ്ങൾ. എന്താണ് പേര്? എൻ്റെ പേര് അഭിനവ് AJ. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് സെൻറ്റ് ജോസഫ് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഞാൻ അമൃത TV സൂപ്പർ സ്റ്റാറിലെ ജൂനിയേഴ്സിലെ 2nd റണ്ണറപ്പ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടെയുള്ള എല്ലാവരും ഫാമിലിയെ പോലെയാണ്.
നമ്മുടെ ഫാമിലി പോലെയാണ്. അപ്പോൾ മോന് ലളിതഗാനത്തിനാണ് എ ഗ്രേഡ് കിട്ടിയത്. അപ്പോൾ എനിക്ക് ആദ്യം പറയാം, ലളിതഗാനം നമുക്ക് എന്തായാലും പാടിക്കാം. അതിന് മുൻപ് ഇപ്പം ഇവിടെ 3 ആൾക്കാർ കൂടി നിൽപ്പുണ്ട്. അവരെ ഒന്ന് കയ്യിലെടുക്കാനായിട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പാട്ട് പാടും? സിനിമ പാട്ട്? സിനിമാ പാട്ടാണെങ്കിൽ മാനേ മധുര കരിമ്പേ പാടും. മതി, നമുക്ക് അടിച്ചു പൊളിക്കല്ലേ. മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ, മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ, ഒന്നു വന്നാട്ടെ തെല്ലു നിന്നാട്ടെ നാണമെന്തേ ചൊല്ലി ചൊല്ല് നാവിറങ്ങിപ്പോയോ, മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ, ലോട്ടസത്തമിഴിയാൽ ചാട്ടുളി നീ എറിഞ്ഞാൽ ബോഗൻ വില്ലത്തനു ഞാൻ ബോറടിയാൽ തഴുകും, ഡോൺ ഗോ മണ്ടി പെണ്ണെ മയിലേ എന്നോടൊന്നു സ്പീക്കിക്കൂടെ കുയിലേ, ഓടിവാ കരളെ പെണ്ണാളെ പാടിവാലൗഗാനം, ഓടിവാ കരളെ പെണ്ണാളെ പാടിവാലൗഗാനം, നാണമെന്തേ ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ. ഈ പറഞ്ഞ പോലെ ലളിതഗാനത്തിനാണ് എ ഗ്രേഡ് നേടിയത്. അപ്പോൾ നമ്മൾ ഈ ലളിതഗാനം പാടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പാടിക്കഴിഞ്ഞാൽ ഇവർ ആരും നമുക്കിത് കയ്യിലെടുക്കാൻ പറ്റില്ല. ഒരു സിനിമാ പാട്ട് പാടിയപ്പോഴേ കണ്ടു ആൾക്കാരൊക്കെ വന്ന് കൂടിയത്. പക്ഷെ ഇവരാരും വന്ന് ഡാൻസ് കളിച്ചില്ല. എനിക്ക് അവരോട് വിശേഷങ്ങൾ ചോദിക്കണം എന്നുണ്ട്, പക്ഷെ അവരെല്ലാം പുറകെ നിൽക്കുകയാണ്. എല്ലാവരും കുറച്ച് ഇങ്ങോട്ട് വന്ന് നമുക്ക് സംസാരിക്കായിരുന്നു. ഈ തൃശ്ശൂരിലെ കലോത്സവം എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാമോ? എല്ലാവർക്കും ഇങ്ങോട്ട് വരാമോ? ഇല്ല, എല്ലാവർക്കും പെട്ടെന്ന് ഞാൻ വിളിച്ചതിൻ്റെ ഒരു നാണവും ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെയാണ്. അതാണ് അവിടെ നിൽക്കുന്നത്. എന്തായാലും ഒരു ലളിതഗാനത്തിനാണ് എ ഗ്രേഡ് നേടിയത് പറഞ്ഞു. അപ്പോൾ അത് ഏത് പാട്ടാണ്? അത് 4 വരി പാടാമോ? മഴയായി പൊഴിയും മനസ്സിൻ്റെ താളം, നിളയായൊഴുകും കളഹംസങ്ങൾ, മഴയായി പൊഴിയും മനസ്സിൻ്റെ താളം, നിളയായൊഴുകും കളഹംസങ്ങൾ, കുളിരല കൈകളിലേറി എത്തുന്നു പ്രണയവർണ്ണങ്ങൾ തൻ കളിവഞ്ചി, സ്വരസുധയായി തഴുകൂ എന്നെ മണിവീണയായി മാറ്റൂ, മഴയായി പൊഴിയും മനസ്സിൻ്റെ താളം, നിളയായൊഴുകും കളഹംസങ്ങൾ. എല്ലാവർക്കും കൈകൊട്ടാമോ? നന്നായി പാടിയില്ലേ? സിനിമാ പാട്ട് പാടി അല്ലേ? അപ്പൊ എന്തായാലും പാട്ടിന് കൂടെ നല്ലൊരു കൈയോടെ കൊടുക്കണം. അതെ അതെ അതെ, കണ്ടോ? അമൃത TV കുടുംബാംഗം കൂടിയാണ്. ഏതായാലും വളരെയധികം സന്തോഷം മോനെ, എല്ലാവിധ ആശംസകളും. ഇനി ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ ലളിതഗാനം കേട്ടു, സിനിമാ പാട്ട് കേട്ടു, മുട്ട് കണ്ടു. അപ്പോ ഒരു കലകളുടെ ഒരു സംഗമ ഭൂമിയായി മാറുകയാണല്ലേ? ഇനി ആരാ കൂടെ ഉള്ളത്? ഇനി നമുക്കൊരു ചെണ്ടമേളം കണ്ടാലോ? പഞ്ചവാദ്യം. അപ്പൊ നമുക്കിനി ഒരു പഞ്ചവാദ്യ പിള്ളേരൊക്കെ നിരന്ന് നിൽക്കുകയാണ്. നമുക്ക് അത് ചോദിക്കാം. ഇവർക്ക് റെഡി ആവാനൊരു സമയം കൊടുക്കണം. ഒരു കുരുന്ന് പോകുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽസ് എന്തായാലും ചോദിക്കാം. ഏത് സ്കൂളാണ്? പെരിങ്ങോട് സ്കൂൾ, പാലക്കാട്. പാലക്കാട് നിന്നാണ് വന്നിട്ടുള്ളത്.
പാലക്കാട് പെരിങ്ങോട് നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര നാളായി പഠിക്കുന്നുണ്ട്? ഇതിനു വേണ്ടി പഠിച്ചതാണോ അതോ കുറേ കാലം കൊണ്ട് പഠിക്കുകയാണോ? കലോത്സവത്തിന് വേണ്ടി പഠിച്ചാണോ? അല്ല, കുറേ കാലമായിട്ട് പഠിക്കും. ഇപ്പൊ അവര് കുറെ കാലം കൊണ്ട് ഇതുപോലെ പഠിക്കുകയാണ്. അപ്പൊ കലോത്സവത്തിന് വേണ്ടി മാത്രമല്ല. അപ്പോൾ നമുക്ക് എന്തായാലും അവരുടെ പെർഫോമൻസ് ഒന്ന് കാണാം അല്ലേ ശ്രുതി? ഓക്കെ, കാണാം. ഈ പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ ഇങ്ങനെ ഒരു ചെണ്ടമേളം ഈ പറഞ്ഞ പോലെ പഞ്ചവാദ്യമാണ്. പക്ഷെ പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോഴേ ഈ പഞ്ചവാദ്യം കേട്ടപ്പോഴേക്കും ആൾക്കാർക്കൊന്നും ആവേശമില്ല, സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എന്തൊരു ആവേശമില്ലാത്തത്. പക്ഷെ ഉഷാർ വരണ്ട പരിപാടിയല്ലേ? അത് എല്ലാവരും ഒന്ന് കൈകൊട്ട്. നമ്മൾ പിള്ളേർ അത്രയും ഗംഭീരമായി പെർഫോം ചെയ്തില്ലേ? എനിക്കൊന്ന് 50 പറഞ്ഞപ്പോ വന്നു കേട്ടോ. അതെ, എനിക്ക് തോന്നുന്നത് എന്താണ് നിങ്ങളുടെ ഒരു 50 വർഷമായിട്ട് ഈ സ്റ്റേറ്റില് ടീച്ചറിന് പറയട്ടെ, ഇതിലൊരു ചരിത്രം എന്തായാലും 50 വർഷമായി 1976 തുടങ്ങി 50 വർഷമായി തുടർച്ചയായി സ്റ്റേറ്റ് കലോത്സവത്തിൽ വന്ന് എ ഗ്രേഡ് നേടുന്ന പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂള്. 2 വർഷമാണ് നമുക്ക് ഫസ്റ്റ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ബാക്കി തുടർച്ചയായിട്ടുള്ള ബാക്കി എല്ലാ വർഷങ്ങളിലും 1ാം സ്ഥാനമാണ്. എ ഗ്രേഡ് 50 വർഷവും. ഇപ്പോൾ പെരിങ്ങോട് സ്കൂളിലെ ഹയർ സെക്കൻഡറിയുടെ 50ാം വാർഷികം, അവിടെ പഞ്ചവാദ്യത്തിൻ്റെ ഹയർ സെക്കൻഡറിയുടെ 50ാം വാർഷികം ഗംഭീരമായിട്ട് ഞങ്ങൾ നാട്ടിൽ ആഘോഷിക്കുകയാണ് ഈ വർഷം. വളരെ സന്തോഷത്തോട് കൂടിയിട്ടുള്ളൊരു വർഷമാണ്. ആശാന്മാർ ഒന്നാമത്തെ കലോത്സവത്തിൽ പങ്കെടുത്ത ആശാൻ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ, ഈ ആശാന്മാർ തുടർന്ന് പഠിപ്പിക്കുന്നു, ആ കുട്ടികളെ അടുത്ത് പഠിപ്പിക്കുന്നു. അങ്ങനെ അവിടെ ഒരു പെരിങ്ങോട് പഞ്ചവാദ്യ ഗ്രാമമാണ് സ്കൂൾ അങ്ങനെ അറിയപ്പെടുന്നത്. ഏതായാലും പെരിങ്ങോടിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. നിങ്ങൾ എന്തായാലും ആ ഒരു ചരിത്രം എന്തായാലും അല്ലേ അതിങ്ങനെ പിന്തുടർന്ന് വരികയാണ്. അവരായിട്ട് തെറ്റിച്ചില്ല. അതെ, എന്തായാലും എല്ലാവിധ ആശംസകളും. ഇങ്ങനെ തന്നെ പോട്ടെ ഈ 50 എന്നുള്ളത്, അതുപോലെ തന്നെ തുടർന്ന് പോട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. അപ്പോൾ ശ്രുതി പറഞ്ഞതുപോലെ നമ്മൾ ഈ വൈവിധ്യമാർന്ന പരിപാടികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണയുണ്ട്, നമ്മുടെ കൂടെ പെർഫോം ചെയ്യാൻ വീണയുണ്ട്, അതുപോലെ തന്നെ ദേശഭക്തി ഗാനമുണ്ട്. എനിക്ക് ഒരു ദേശഭക്തി ഗാനം കൂടി കേട്ടിട്ട് നമുക്ക് വീണയിലേക്ക് പോകാം ആദ്യം. അത് HS വിഭാഗം വീണയിൽ നമ്മുടെ അമൃത TV-യുടെ പറഞ്ഞു കഴിഞ്ഞാൽ അയൽവാസി കൂടെ വരും. അതായത് കാർമൽ സ്കൂളിലെ കുട്ടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ മോളുടെ ഒരു പെർഫോമൻസ് കണ്ടതിന് ശേഷം എന്തായാലും മടങ്ങി വരാം.
ഓക്കെ, ഈ പറഞ്ഞതുപോലെ കാർമൽ സ്കൂളിലാണ് പഠിക്കുന്ന മോളുടെ പേരെങ്ങനെയായിരുന്നു? പവിത്ര രതീഷ്. എത്ര വർഷമായി പഠിക്കുന്നു? 6-7 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. പഠിക്കാൻ പുറത്ത് പോകണ്ടല്ലേ? പഠിക്കാൻ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ എനിക്ക് തോന്നുന്നു അല്ലേ കലാരംഗത്തുള്ള ആൾക്കാരാണ്. അച്ഛൻ പാട്ട് സാറാണ്, അമ്മ ഡാൻസ് ടീച്ചറാണ്. പാട്ടും ഡാൻസും ഒക്കെ വീട്ടിലുണ്ട് അല്ലേ? ഓക്കെ, എത്ര വർഷമായി പഠിക്കുന്നുണ്ട്? 6-7 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. വീണ പഠിക്കുന്നുണ്ട്. മോള് 6-7 വർഷമായി പഠിക്കുകയാണ്. ഇപ്പോൾ ഈ സ്റ്റേറ്റ് കലോത്സവത്തിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്? ഇത് 4ാമത്തെ വർഷം. 4ാമത്തെ വർഷമാണ് മോള് പങ്കെടുക്കുന്നത്. എന്തായാലും എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ഏതായാലും ഇതുപോലെ തന്നെ മുന്നോട്ട് കലയും അതുപോലെ തന്നെ പഠിത്തവും മുന്നോട്ട് കൊണ്ടുപോകട്ടെ. എല്ലാവിധ ആശംസകൾ നേരുന്നു. ഞാനിനി നേരെ ശ്രുതിയിലേക്ക് പോവുകയാണ്. അവിടെ ശ്രുതിയോടൊപ്പം ഒരു ടീമുണ്ട്. ഏതായാലും ശ്രുതി, എന്തൊക്കെയാണ് അവിടുത്തെ ഒരു വിശേഷങ്ങൾ? ഇവിടെ ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ സ്വന്തം നാട്ടുകാർ തന്നെ ഉള്ളത്. കൊല്ലംകാരാണ്. കൊല്ലത്ത് നിന്ന് വന്നൊരു ടീം. ഇവർ കഴിഞ്ഞ 2 തവണയായിട്ട് A ഗ്രേഡ് മേടിച്ചൊരു ടീമാണ്. ദേശഭക്തി ഗാനം ഏത് സ്കൂളാണ്? ലിറ്റ് ഫ്ലവർ കുണ്ട്ര, കൊല്ലം. അപ്പോൾ തുടങ്ങുമല്ലേ? അതിന് മുമ്പ് ഒരു പാട്ട് പറ്റുമോ? ഒരു ചെറിയൊരു നാടൻ പാട്ട് ഒന്ന് നോക്കൂ. അവർ ആദ്യം ഒരു നാടൻ പാട്ട് പാടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവരുടെ പരിപാടി കാണാം. പോകുമ്പോൾ ചന്ദനത്തോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിന്റെ കൊട്ടയിൽ നീയുള്ള പിടയ്ക്കണ മീനാണേ. ചന്തക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനത്തോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിന്റെ കുട്ടിയിൽ നീയുള്ള പിടയ്ക്കണ മീനാണേ. ഓക്കെ, നമുക്ക് നിങ്ങളുടെ പരിപാടി ദേശഭക്തി ഗാനം കേട്ടോ, പാടിക്കോ. चंदन है माटी माटी मेरे देश की वंदे मातरम वंदे मातरम वंदे मातरम वंदे मातरम. चंदन है माटी मेरे देश की, चंदन है माटी मेरे देश की, माटी मेरे देश की. चंदन है माटी मेरे देश की, चंदन है माटी मेरे देश की, माटी मेरे देश की. नील गगन रे माटी पर है विद्या, नील गगन रे माटी पर है विद्या. चंदन है माटी मेरे देश की, चंदन है माटी मेरे देश की, माटी मेरे देश की. लल्ला 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 ला 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 लल्ला 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 ला 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 ला. मातरम वंदे मातरम, मातरम वंदे मातरम. ഐശ്വര്യ, അപ്പം കൊല്ലത്ത് നിന്നുള്ളൊരു പരിപാടിയുണ്ട്. അടുത്ത ഇനി എന്താണ്? കൊല്ലം പൊളിച്ചോട്ടെ. എന്തായാലും നന്നായി പാടി. അത് നമ്മൾ പെട്ടെന്നൊരു പാട്ടൊക്കെ പാടാൻ പറയുമ്പോഴേ അവർക്കൊരു ഞങ്ങൾ അല്ലെങ്കിൽ കൊല്ലംകാർ ഞങ്ങൾ അങ്ങനെയാണ് പണ്ടേ. ഓക്കെ, ഇത് ഞാൻ സമ്മതിക്കുന്നു. കൊല്ലംകാർ സൂപ്പറാണ്. കാരണം നന്നായി പാടി മക്കളെ. എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഈ അടുത്ത ഏതാ ഐശ്വര്യ? ശരി ഐശ്വര്യ, ശ്രുതി, ഞങ്ങൾ ഇടപെടുകയാണ്. ഈ പറഞ്ഞതുപോലെ കലോത്സവം കുട്ടികളൊക്കെ എന്ത്
കഴിവുള്ള കുട്ടികളാണല്ലേ. നമ്മൾ എന്തൊക്കെ ഇനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ പവലിയന് മുന്നിൽ തന്നെ കണ്ടത്, വേദികളിൽ കണ്ടത് കൂടാതെ നമ്മുടെ പവലിയന് മുന്നിലും കുട്ടികൾ ഇങ്ങനെ പെർഫോം ചെയ്യുകയാണ്. എല്ലാവരും ഇനങ്ങൾ. അതെ അതെ, എല്ലാം നല്ല വൈബിൽ തന്നെയാണ് അവർ പെർഫോം ചെയ്യുന്നത്. മാത്രമല്ല എല്ലാ വർഷവും എ ഗ്രേഡ് കിട്ടുന്നവരുണ്ട്, ആദ്യമായി വരുന്നവരുണ്ട്. അങ്ങനെ അവർ അത്രയധികം എനർജിയോടെ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. കാണികളും അത് കണ്ട് ആവേശത്തിൽ തന്നെയാണ്. ഇനി എന്താണ്, ഒരു അധ്യാപകരുടെ കീഴിൽ തന്നെ പഠിച്ച വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. അത് നമ്മളിപ്പോൾ കണ്ടു, നമ്മുടെ മിമിക്രിയിൽ 2 കുട്ടികൾ വന്ന് പെർഫോം ചെയ്തായിരുന്നല്ലോ. അവർ ഒരേ അധ്യാപകന്റെ കീഴിൽ പഠിച്ച കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ മാത്രമല്ല നമ്മുടെ അമൃത കുടുംബാംഗങ്ങളും ഉണ്ട്. അതെ അതെ, അമൃതയെ സംബന്ധിച്ച് അതൊരു മധുരമായി. എന്തായാലും ഇപ്പോൾ നമ്മുടെ വേദിക്ക് നമുക്ക് വേദി ഒന്ന് കണ്ടിരുന്നു. നമ്മൾ പവലിയനിലെ പെർഫോമൻസ് ആണ് ഇപ്പോൾ കണ്ടത്. നമുക്ക് എന്തായാലും വേദിയിലെ പെർഫോമൻസ് കാണാം. ഇപ്പോൾ ഏത് വേദിയാണ് നമുക്ക് കാണാൻ പറ്റുക? പ്രധാന വേദിയാണോ? വേണ്ടിയിട്ട് തിരിച്ചു വരാം.